ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങൾ, നല്ല ആരാധന, ഹല്ലേലൂയ, നല്ല ദൈവ സാന്നിധ്യം, കൂടാതെ നല്ലവരായ നിങ്ങളുടെ കൂടെയുള്ള സന്തോഷം നിറഞ്ഞ സമയം. ഹല്ലേലൂയ. ഈ വർഷം ഇതിനേക്കാൾ മികച്ചത് എന്ത് കിട്ടാനാ? ഞാൻ കർത്താവിനെ അതിനായി സ്തോത്രം ചെയ്തു വാഴ്ത്തുന്നു. എനിക്ക് ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ചുമച്ചു പോയാൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. ഓക്കെ. ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് നാം കിടക്കുകയാണ്. എന്നെ കേൾക്കുന്ന ലോകമെമ്പാടും തത്സമയം ശുശ്രൂഷ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യത്തെ വചനം വായിച്ചിട്ട് നമുക്ക് ദൂതിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വചനം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. മതി. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, മറ്റുള്ളവരെ ഞെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഞെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളുക. നമ്മുടെ അകത്ത് മാരകമായതൊന്നുണ്ട്. അത് പുറത്തു വരുന്ന സാഹചര്യത്തിനായി നാം ഒരുങ്ങണം. ദൈവം ഇന്ന് ഈ വചനവുമായി എന്നെ ഇവിടെ നിർത്തുമ്പോൾ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച എക്സ്പ്ലനേഷൻ എന്താണ്? ഇന്നലെ ഞാൻ ആ വിഷയം ഒന്ന് തൊട്ടു. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഏറ്റവും ചെറിയ വാക്ക് എന്താണ്? യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഒരു സമൂഹം കാലങ്ങൾക്ക് പുറകിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ സാമാന്യക്കാർ, അല്ലെങ്കിൽ സാധാരണക്കാർ. അതിൻ്റെ റീസൺ, അസാധാരണമായതൊന്നും അതുവരെ അവരിൽ നിന്നും വന്നിരുന്നില്ല. എല്ലാം ഓർഡിനറി ആയിരുന്നു, എല്ലാം നാച്ചുറൽ ആയിരുന്നു. പക്ഷേ യേശു ഇടപെടുമ്പോൾ കാര്യങ്ങൾ മാറും. അത് എക്സ്ട്രാ ഓർഡിനറി ആവും, അത് സൂപ്പർ നാച്ചുറൽ ആവും. നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഈ ഒരു ചേഞ്ച് ഈ വർഷത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് രൂപകൽപ്പന ചെയ്യാൻ പോകുകയാണ്. വലിയ വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തു കൊടുക്കുക. ഈ സംഭവം ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുമ്പോൾ അതിന് കാരണമായിരിക്കുന്ന ഒരു ഇവൻ്റ് അവിടെ നടന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യെരൂശലേം ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ സുന്ദരം എന്ന് പറയുന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിൽ, അതൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് കുറച്ച് ദൂരെ മണർകാട് പള്ളിയിലോ പുതുപ്പള്ളി പള്ളിയുടെയോ വാതിക്കെ ചെന്നാൽ, അപ്പുറത്ത് അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയുടെ വാതിക്കെ ചെന്നാൽ യാചകരായ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. എത്ര ഭിക്ഷാടനം നിരോധിക്കപ്പെട്ട സമയമാണെങ്കിലും കൈ നീട്ടുന്നവരുടെ മുമ്പിൽ നമ്മൾ നാണയങ്ങളോ എന്തെങ്കിലുമൊക്കെ നൽകും. ആ വിധത്തിൽ ആൾ തിരക്കുള്ള ഒരു സമയം നോക്കി സാധാരണപ്പെട്ട ജീവിതം നയിക്കാൻ വയ്യാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാചകനായിരുന്നു കൊണ്ട് ഭിക്ഷയെടുത്ത് സാമാന്യം ഭേദപ്പെട്ടൊരു ജീവിതം നയിക്കാമെന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് കുറച്ചു പേർ അയാളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുക പതിവായിരുന്നു. ഈ മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ കാലങ്ങൾക്ക് പുറകിൽ യാചകനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ അയാൾ ഭിക്ഷയെടുക്കും. ശബരിമല സീസൺ ആകുമ്പോൾ അയാൾ നേരെ എരുമേലിക്ക് പോകും. പിന്നെ അയാളുടെ ഡ്യൂട്ടി എരുമേലിയിലാണ്. എരുമേലിയിൽ ചെന്ന് അയാൾ ഭിക്ഷ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരാളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കട്ടിൽ വേണം. ഇദ്ദേഹം ഒരു ആശാരിപ്പണി ചെയ്യുന്ന ആളാണ്. ഈ കട്ടിൽ പണിയാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിന് കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം തൻ്റെ ഈ മടിക്കുത്തിനോട് ചേർന്നൊരു
തോർത്ത് കെട്ടിയിട്ടുണ്ട്. ആ തോർത്തഴിച്ചിട്ടിട്ട് അന്നൊരു 7000 രൂപ അതിനകത്തുനിന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് തികഞ്ഞില്ലെങ്കിൽ വേറെ തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന കടമുറിയുടെ പുറകിലായി ചാക്കുകെട്ടുകൾ അടുക്കി വെച്ചേക്കുന്നതിനിടയിൽ നിന്നും ഒരു അരച്ചാക്ക് സാധനം എടുത്തോളാൻ പറഞ്ഞു. അത് തുറന്നു നോക്കുമ്പോൾ മുഴുവൻ നാണയങ്ങളും നോട്ടുകളുമാണ്. ഈ പണവുമായിട്ട് ഇദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇത് ചേട്ടൻ സൂക്ഷിച്ചു, ഞാൻ പോയിട്ട് ഒരു മീൻ ഇരട്ടി കിട്ടും, എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് നല്ലൊരു കട്ടിലുണ്ടാക്കിക്കൂ, ഞാൻ വരുമ്പോൾ എനിക്ക് സുഖമായിട്ടൊന്ന് കിടക്കാനാണ്. കാരണം ഈ സീസണൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടാവും, അന്നേരം ഞാൻ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ലൊരു കട്ടിൽ വേണം. അപ്പം ഇതൊരു നല്ല പ്രൊഫഷനായി കുറേ ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വാർത്ത വന്നു. ആ വാർത്ത മറ്റൊന്നുമല്ല, ബോംബെക്കപ്പുറത്ത് കോടീശ്വരനായി ജീവിക്കുന്നൊരു മനുഷ്യൻ, അയാൾ തിരുപ്പതിയിലാണ് അയാളുടെ ഡ്യൂട്ടി, അവിടെ വന്ന് ഭിക്ഷ എടുക്കുകയാണ്. നാട്ടിൽ അയാൾ വലിയ സമ്പന്നനാണ്. അയാളുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം, മറ്റേത് തൊഴിൽ ചെയ്യുന്നതിനേക്കാളും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ കഴിയും. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഈ മനുഷ്യനെ, ബൈബിളിലെ ഈ വ്യക്തിയെ എല്ലാ ദിവസവും കുറച്ച് പേർ ചുമന്നുകൊണ്ട് വന്ന് അവിടെ ഇരുത്തും, അത് പതിവാണ്. അതിനുശേഷം വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ടു പോകും. ഉത്സവ സമയമായതുകൊണ്ട് പുണ്യം തേടി ദേവാലയം സന്ദർശിക്കുന്ന ആൾക്കാർ ദേവാലയ സദസ്സിലേക്ക് ഭക്തിസാന്ദ്രമായ ഹൃദയത്തോടുകൂടെ കടന്നു വരുമ്പോൾ, ഒരുപാട് തോന്നിവാസമൊക്കെ കാണിച്ചിട്ടാണല്ലോ വർഷത്തിലൊരിക്കൽ പള്ളിയിൽ വരുന്നത്. ആ വരുന്ന വരവിൽ ദൈവം തമ്പുരാൻ്റെ പുണ്യം വെച്ചിട്ട് കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ വഴികരിയിലിരിക്കുന്ന സാധുക്കൾക്കൊക്കെ നാണയങ്ങൾ കൊടുക്കുക പതിവാണ്. അങ്ങനെ പുണ്യം തേടി വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ 2 പേർ 3-ാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലെ 2 പേരെ, 2 യുവാക്കളെ ഈ യാചകൻ വല്ലത് കിട്ടുമെന്നുള്ള ചിന്തയിൽ സൂക്ഷിച്ചു നോക്കി. അതിൽ ഒന്നാമൻ്റെ പേര് പത്രോസ് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് യോഹന്നാൻ എന്നാണ്. 2 പേരും 2 നിലയിലുള്ള ആത്മീയതയാണ് വഹിക്കുന്നത്. ഒരു സ്തോത്രം പറയണം. പീറ്റർ എന്ന് പറയുന്ന ആൾ, പത്രോസ് എന്ന് പറയുന്ന ആൾ ശക്തിയുടെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞ് മറ്റേ പുള്ളിക്ക് അതില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇദ്ദേഹം ഇച്ചിരി പവർഫുള്ളാണ്, ഇച്ചിരി എടുത്തിയാട്ടക്കാരനാണ് സ്വാഭാവികമായിട്ടും. അതോടുകൂടെ തന്നെ ഒരു ഉശ്വരൻ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു അഗ്രസീവ് നേച്ചറുള്ള സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്ന ആളാണ് ആര്? പത്രോസ്. യോഹന്നാൻ അങ്ങനല്ല, അദ്ദേഹം ഇച്ചിരിയുടെ മെച്യൂരിറ്റി ഉള്ള ആളാണ്. എടുത്തു ചാടിയൊന്നും ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും ചാടി പുറപ്പെടത്തില്ല. അദ്ദേഹം ഇരുന്ന് കാര്യങ്ങൾ ആലോചിച്ച് അപഗ്രഥനം ചെയ്ത് വിശകലനം ചെയ്ത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു നയം രൂപീകരിച്ച ശേഷം പോകുന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ്. ആമേൻ. ഒന്നാമത്തെ ആൾ ശക്തിയാണെങ്കിൽ രണ്ടാമത്തെ ആൾ സ്നേഹമാണ്. ഇന്നത്തെ കുഴപ്പം, ശക്തിയുള്ളിടത്ത് സ്നേഹമില്ല, സ്നേഹമുള്ളിടത്ത് പവറുമില്ല. സ്നേഹമുള്ളിടത്ത് പവർ കട്ടാണ്. ഇന്ന് സ്തോത്രത്തിന് ഷോർട്ടേജ് വരില്ല ഇവിടെ കേട്ടോ, ദൈവത്തിനോട് നന്ദി പറഞ്ഞാട്ടെ. പക്ഷേ ആ ദേവാലയ സദസ്സിൻ്റെ പടിവാതിക്കൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു, ശക്തിയും സ്നേഹവും സമന്വയിച്ചു. ഒന്ന് പറഞ്ഞേ, ശക്തിയും സ്നേഹവും സമന്വയിച്ചു. സാധാരണക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയും അതോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹവും വെളിപ്പെട്ടാൽ അവൻ പിന്നീട് അപകടകാരിയാണ്. ആമേൻ. സാധാരണക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും കയറിയാൽ അവൻ പിന്നെ അപകടകാരിയാണ്. ആമേൻ. നിങ്ങളിൽ സ്നേഹമുണ്ടോ, നിങ്ങളിൽ ശക്തിയുണ്ടോ, നിങ്ങളെ ഒതുക്കാൻ പറ്റില്ല. ആമേൻ. അടുത്തിരിക്കുന്നവരോടൊന്നും ചോദിച്ചേ, നിങ്ങൾക്ക് ഇതിനോട് സ്നേഹമുണ്ടോ? ആമേൻ. നിങ്ങളുടെ കയ്യെ പിടിച്ചേക്കുന്ന അവരുടെ പിടിക്കാത്തൊരു പവർ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? കനത്തിനൊരു സ്വതന്ത്രം താ. ആമേൻ. ആ പിടുത്തത്തിനകത്ത് അറിയാം പവറുണ്ടോ ലവ് ഉണ്ടോ എന്നുള്ള കാര്യം. ഇത് രണ്ടും കൂടെ കൂടിയാൽ മുടന്തന് ഡാൻസ് കളിക്കാതിരിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മുടന്തന് പിന്നെ ഡാൻസ് കളിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഊമന് പിന്നെ സംഗീത കച്ചേരി നടത്താതിരിക്കാൻ പറ്റത്തില്ല, അയാൾ സരിഗമ പാടും. ആമേൻ. ഹല്ലേലൂയ. മുടന്തൻ PT ഉഷയുടെ കൂടെ ഓടാൻ നിൽക്കും അല്ലേ, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിൻ്റെ കൂടെ അവനും ഒന്ന് ട്രൈ ചെയ്യും. എന്താ കാരണം? രണ്ടും വന്നിരിക്കുന്നു. ശക്തിയും സ്നേഹവും സമന്വയിക്കുന്നിടത്ത് അന്തരീക്ഷത്തിന് മാറ്റം വരും. ഒരാമേൻ പറഞ്ഞേ. മുടന്തു മാറുമെങ്കിൽ ദാരിദ്ര്യവും മാറും. ആമേൻ. മറ്റുള്ളവന് മുമ്പിൽ കൈ നീട്ടുന്ന ഗതികേട് തീരും. ആമേൻ.
വല്ലത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ മറ്റു പലരിലും വെക്കുന്ന നില മാറിയിട്ട് അവനിൽ തന്നെ സ്വയം പര്യാപ്തനായി തീരും. ഒരു സ്തോത്രം പറയണം. നിങ്ങളിൽ തന്നെ സ്വയം പര്യാപ്തരായി തീരുന്ന, നിങ്ങളിൽ തന്നെ പവർഫുള്ളായി തീരുന്ന, നിങ്ങളിൽ തന്നെ ഗാംഭീര്യമുള്ളവരാകുന്ന, നിങ്ങളിൽ തന്നെ എല്ലാറ്റിനും തികഞ്ഞവരാകുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പകരുവാനും നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുവാനും ആഗ്രഹിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ആ സമയത്ത് സാധാരണ കൊടുക്കാറുള്ളത് കൈസറിൻ്റെ തലയുടെ രൂപം കൊത്തിയിരിക്കുന്ന റോമൻ നാണയത്തൊട്ടുകളാണ് അവർക്ക് ഭിക്ഷയായി കൊടുക്കാറുള്ളത്. ആമേൻ. പക്ഷേ പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. നമ്മളും പറയാറുണ്ട് ഇപ്പോൾ, അയ്യോ ചേട്ടാ ഇല്ല. ഉടനെ അവൻ സ്വൈപ്പിംഗ് മെഷീൻ എടുത്ത് തരും. അല്ലെങ്കിൽ കൈ പോക്കറ്റ് അതുവരെ മറിച്ച് വെക്കുന്ന ഗൂഗിൾ പേയുടെ QR കോഡ് എടുത്ത് തരും. എന്നാൽ സ്കാൻ ചെയ്തിട്ട് തന്നേക്കാൻ പറയും. ഇന്നത്തെ ഭിക്ഷക്കാരൊക്കെ ഹൈടെക്കാണ്. ആമേൻ. ആ പണ്ടത്തെ അവസ്ഥയൊക്കെ അങ്ങ് മാറി. നാണയത്തൊട്ടുകളൊന്നും കൊടുത്താൽ അവരെന്ത് ചെയ്യത്തില്ല, അവർ സ്വീകരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ ഫോണും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന യാചകനെ. സത്യം, കോട്ടയം ടൗണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിൽ ആൻഡ്രോയിഡിൻ്റെ ഫോൺ പിടിച്ചിട്ടുള്ള ഒരു യാചകൻ നമ്മുടെ നാഗമ്പടം പരിസരത്തുണ്ട്. നിങ്ങൾ ഇനി ബസ് കയറാനൊക്കെ പോകുമ്പോൾ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ദിവസം ഞങ്ങൾക്ക് പുള്ളിയിരുന്ന് ഇങ്ങനെ തോണ്ടുന്നു. അന്നേരം ഞാൻ ഓർത്ത്, ദൈവമേ എന്തൊരു വികസനം എൻ്റെ നാടിന്. ഇവിടെ പത്രോസ് പറഞ്ഞു, വെള്ളിയോ പൊന്നോ എൻ്റെ കൈകളിൽ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. ഈ ദാനം ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എങ്കിലും ഒരു കാര്യം തീർത്ത് പറയുകയാണ്. ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. കടം മേടിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ഈ നിലപാട് നിങ്ങൾക്കും വേണം, സഭയ്ക്കും വേണം. കടം കൊടുക്കാനും പാടില്ല, മേടിക്കാനും പാടില്ല. ഇത് പുതിയ വർഷത്തെ നിങ്ങളുടെ തീരുമാനമായിരിക്കണം. ഒന്ന് തീരുമാനിച്ചേ, കടം കൊടുക്കത്തുമില്ല, മേടിക്കത്തുമില്ല. നീ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് മീതെ ദൈവം നിനക്കൊരു ജീവിതം തരും. ഒരു വെളിപ്പാടിൻ്റെ മേലാണ് സഭ പണിയപ്പെടുന്നത്. ഒരു നിലപാടിൻ്റെ മേലാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. നിങ്ങളിത് തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറും. തീരുമാനിക്കാനുള്ള ധൈര്യം ഇന്ന് നിങ്ങൾക്ക് വേണം. മേടിക്കത്തില്ല, കൊടുക്കത്തുമില്ല. എന്ത്? കടം. വായ്പ വാങ്ങാനിട വരില്ലെന്ന് പാടിയിട്ടുണ്ടെങ്കിൽ പാടിയത് തന്നെയാണ്. ആമേൻ. കൊടുക്കുവാൻ ദൈവം സമൃദ്ധി തരുമെന്ന് വിശ്വസിച്ച് പാടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അടുത്തിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പറഞ്ഞ്, നിങ്ങളിനി കടക്കാരനാകില്ല, കൊടുക്കാൻ പാകത്തിൽ ദൈവം നിറയ്ക്കും. ആമേൻ. കൊടുക്കുന്നവരാകും, നിറയ്ക്കുന്നവരാകും, വർധനവ് പകരുന്നവരാകും, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ചുമക്കുന്നവരാകും. നിന്റെ പാനപാത്രങ്ങളെ ദൈവം നിറയ്ക്കും. നിന്റെ ഉറവകൾ ഒഴുകും. നിനക്ക് വേണ്ടി വാതിലുകൾ സദാ തുറന്നിരിക്കും. ദൈവം നിനക്ക് വേണ്ടി ഗുപ്തനിധികളെ തരും. വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇത് വാങ്ങുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ പിന്നെ എങ്ങനെ സഹായിക്കും? അയ്യോ ഇയാളാൾ കൊള്ളാലോ, പിന്നെ എങ്ങനെ പരിപാടി നടത്തുന്നത്? ആവശ്യക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ ആവശ്യമുള്ളത് എന്താണോ അത് കൊടുക്കുക. ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടോ. ചിലപ്പോൾ അവർക്ക് വേണ്ടത് വസ്ത്രമായിരിക്കും, നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കൂ. അവർക്ക് വേണ്ടത് ആഹാരമായിരിക്കും, നിങ്ങൾ സുഭിക്ഷമായിട്ട് കഴിക്കുന്ന ആഹാരം അവർക്കും വാങ്ങിക്കൊടുക്കൂ. ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു വിദ്യാഭ്യാസ സഹായമായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ പഠിക്കുന്ന സ്ഥാപനം ഏതാണോ അതിൻ്റെ അക്കൗണ്ട് നമ്പർ മേടിക്കൂ. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇന്ന വിദ്യാർത്ഥിയുടെ പേരിൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാലോ. നിങ്ങൾ ചെയ്യുന്നത് അർഹതപ്പെട്ടയിടത്ത് കൃത്യമായ ഗുണമേന്മയോടുകൂടെ എത്തി എന്ന് നിങ്ങൾ ഉറപ്പാക്കി തുടങ്ങിയാൽ നിങ്ങളുടെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അയ്യോ വീട്ടിൽ പട്ടിണിയാണേ, കഴിക്കാനില്ല എന്ന് പറഞ്ഞായിരിക്കാം ഒരാൾ നമ്മുടെ അരികിലേക്ക് വരുന്നത്. നമുക്കറിയില്ല ആ മനുഷ്യൻ പിന്നീട് പോകുന്നത് ഒരു മദ്യശാലയിലേക്കാണോ ഒരു സിഗരറ്റ് വലിക്കാനാണോ എന്ന് നമുക്കറിയില്ല. പലപ്പോഴും പല ധൂർത്തുപുത്രന്മാരും മുടിഞ്ഞു കിടക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുന്നവരുടെ കൈയും വരണ്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ പുറകിൽ
ദൈവം ചിലരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിനായിട്ട് വെച്ചിരിക്കുന്ന ദാരിദ്ര്യങ്ങളെ വ്യക്തമാം വിധം നമ്മൾ അതിൻ്റെ പുറകിലുള്ള ദൈവ പദ്ധതി മനസ്സിലാക്കാതെ അങ്ങോട്ട് ഇറങ്ങി ചാരിറ്റിക്ക് ചാടുന്നത് കൊണ്ടാണ്. അടുത്തിരിക്കുന്നവർ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയോടുകൂടെ മതി എല്ലാം. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ചില വ്യക്തികളെ കാണുമ്പോൾ പുറമേ അവർക്കെല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിലെ ശൈഥില്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് മറ്റാർക്കും മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ദൈവം നിന്നോട് പറയുകയാണ്, ആ വീട്ടിലേക്ക് ഒരു അരി മേടിച്ച് കൊടുക്കുക. അന്നേരം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അയ്യോ ഇവർക്കാണോ അരി വേണ്ടത്, പാവങ്ങൾ വേറെ ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ദാരിദ്ര്യമില്ലെന്നുള്ളതല്ല, ആവശ്യക്കാരില്ലെന്നുള്ളതല്ല, അർഹതപ്പെട്ടവർ നമ്മുടെ കണ്ണുകളിൽ പലപ്പോഴും കാണുന്നവരല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉള്ളടരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറാകണം. കൃത്യമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടണം. പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ വെള്ളിയില്ല, എൻ്റെ കയ്യിൽ പൊന്നുമില്ല. ഇത് ആഭരണം ഊരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് പഠിപ്പിക്കുന്നുണ്ട്. അതല്ല വകുപ്പ് കേട്ടോ, സാധനം ഇത് വേറെയാ. ഹല്ലേലൂയ. കഴുത്തിലേക്ക് അതിലെ ആഭരണം ഊരണമെന്ന് പത്രോസ് പറഞ്ഞത് ഇതുകൊണ്ടാണ് അല്ല. ആ സമയം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കാശില്ലായിരുന്നു, അതാണ് അതിൻ്റെ കാരണം. താങ്ക് യു ജീസസ്. എന്നാൽ പത്രോസ് എന്നും ദരിദ്രനായിട്ട് ജീവിച്ചുമില്ല. തൊട്ടപ്പുറത്തെ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ വിറ്റ് പറക്കി അപ്പോസ്തലന്മാരെ കാച്ചോട്ടിൽ അട്ടിയടുക്കി കൂട്ടുന്ന ഒരു സംഭവമാണ് പിന്നെ കാണുന്നത്. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കോണം. പൗലോസൊക്കെ നല്ല സെറ്റപ്പിൽ ജീവിച്ച മനുഷ്യന്മാരാണ്. എനിക്ക് ക്രിസ്തു നിമിത്തം ഞാനെല്ലാം ചവറന്ന് എണ്ണുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയൊക്കെ നടന്നത് ഭയങ്കര ലക്ഷ്യൂറസ് ആയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ടോപ്പ് ടൗണുകളിലാണ് പൗലോസ് ചർച്ചുകൾ സ്ഥാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ സാധാരണക്കാരൻ കഴുതയുടെയും കുതിരയുടെയും പുറത്ത് പോകുമ്പോൾ ഏറ്റവും കാൽനടയായിട്ട് കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ അന്ന് കപ്പലെ യാത്ര ചെയ്ത് അതൊരു ഗ്രൂപ്പായിട്ട് തൻ്റെ കൂടെയുള്ളവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു സംഘമായിട്ട് കപ്പൽ യാത്രകൾ നടത്താൻ, പലയിടത്തു പോയി ദൗത്യങ്ങൾ നിർവഹിക്കാൻ തക്കവിധം പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്നുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മേലുള്ള ആ ഒറ്റ പ്രാപ്തി കൊണ്ട് തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിൽ നന്നായി ജീവിച്ചോണം. ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ട, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കേണ്ട. നിനക്കൊണ്ടോ നീ സുഭിക്ഷമായിട്ട് ജീവിക്കുക. അതിൻ്റെ ബാക്കി നിനക്ക് ഒപ്പമുള്ളവർക്ക് പങ്കുവെക്ക്. ദൈവത്തെയും സേവിക്കുക. സമാധാനത്തിന് പോവും. എൻ്റെ കുഞ്ഞുങ്ങൾ പറയട്ടെ, എൻ്റെ മാതാപിതാക്കൾ ഈ വിശ്വാസത്തിനുവേണ്ടി ഇറങ്ങിയത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഭാവി ഭദ്രമായി, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സന്തോഷമുണ്ട്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സമാധാനമുണ്ട്, ഞങ്ങളുടെയൊക്കെ അവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റം വന്നു. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്, കൈയടിക്കുന്നതുകൊണ്ട് പാടുന്നത് കൊണ്ട് മേന്മയുണ്ട്. ഇതൊക്കെ നമ്മുടെ തലമുറകൾ പറയണം. ഇല്ലേ അവർ ചോദിക്കും, ഇത് ചുമന്നുകൊണ്ട് എങ്ങോട്ട് പോവുക, എന്തോ ഗുണമായതുകൊണ്ടുള്ളേ. ഈ ചോദ്യം നമ്മുടെ ജനറേഷൻ ചോദിക്കാതിരിക്കണമെങ്കിൽ അനുവദിക്കപ്പെട്ടതൊക്കെയും അവർക്ക് നൽകുവാനും ആവശ്യപ്പെടുന്നത് പ്രൊവൈഡ് ചെയ്യുവാനും പാകത്തിൽ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ഈ സമൃദ്ധിയെ ചോദിച്ച് മേടിച്ചോണം. കാക്കയെ കൊണ്ടും പോഷിപ്പിക്കും, പാറ പിളർന്നും വെള്ളം തരും, കാടപ്പക്ഷിയാൽ നിന്റെ വിശപ്പടക്കും, സാരേ ഭാത്തുമൊരുക്കും, ആകാശത്തുനിന്ന് പൊഴിച്ചു തരും. ദൈവം സകലത്തിനും മതിയായവനാണ്. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞ്, യേശു സകലത്തിനും മതിയായവനാണ്. ആമേൻ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വെള്ളിയോ പൊന്നോ അല്ല, അതിനേക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്നേ. സ്തോത്രം പറഞ്ഞാട്ടെ. അത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് മുടന്തൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാം. ശക്തിയും സ്നേഹവും ഒരുമിച്ച് ചെന്നു മുടന്തൻ്റെ ജീവിതത്തെ നേരെയാക്കി. അയാൾ തുള്ളാനും ചാടാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും തുടങ്ങി. അയാളുടെ നാവിൽ ആദ്യമായി മഹത്വം വെളിപ്പെട്ടു. ഒന്നുകൂടെ ആ വാക്കൊക്കെ കേൾക്കണം, ശരിക്കും മനസ്സിലാക്കണം. ജീവിതത്തിൽ ആദ്യമായി അയാളുടെ നാവിൽ നിന്നും മഹത്വത്തിൻ്റെ വാക്കുകൾ വന്നു. പറഞ്ഞേ, മഹത്വത്തിൻ്റെ. ജീവിതത്തിൻ്റെ മുടന്ത് മാറിയോ ഇല്ലയോ? എങ്ങനെ അറിയാം? വായിന്ന് വരുന്ന വാക്ക് വലിയ കാര്യങ്ങളായിരിക്കും.
ആമേൻ. ഡയലോഗ് മാറിയാൽ ലൈഫ് മാറും. എല്ലാവരും ഇത് കേട്ടോണം. അവതാ പറഞ്ഞുകൊണ്ടിരുന്നാൽ, പിച്ചക്കാരനെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ആ വിലയെ കിട്ടൂ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഒരു രാജാവിനെ പോലെ ചിന്തിച്ച്, ഒരു മന്ത്രിയെ പോലെ സംസാരിച്ച് തുടങ്ങിയാൽ ലൈഫ് മാറും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ പരിസരങ്ങളിൽ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് വരെ എന്തോന്നാ ചേട്ടാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ? അമ്മാ വല്ലതും തരണേ എന്ന നിലയിലുള്ള ഇരക്കുന്ന വാക്കുകളായിന്ന് വന്നത്. മുടന്തു മാറിയപ്പോൾ പറഞ്ഞതും പ്രതികരിച്ചതും ചോദിച്ചതുമായ വാഗ്ധോരണികളുടെ ശൈലീബോധങ്ങൾ തന്നെ തിരിയപ്പെട്ടു. നിങ്ങളുടെ ലൈഫ് മാറണോ? നിങ്ങളുടെ നാക്ക് മാറ്റണം. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് മാറണോ? രാജകീയമായി സംസാരിക്കണം. രാജകീയമായി സംസാരിക്കണം. ഇല്ലായ്മയും വല്ലായ്മയും ദുരിതവും ദാരിദ്ര്യവും ശാപവും നിന്റെ വാ കൊണ്ട് നീ പറയരുത്. സ്തോത്രം. കടം കൊടുക്കരുത്, വാങ്ങരുതെന്ന് പറഞ്ഞില്ലേ? അതുപോലെ രണ്ടാമതൊരു സതുപദേശം തരിക. നിന്റെ നാവുകൊണ്ട് നീ ശ്രേഷ്ഠ ഭാഷ സംസാരിക്കണം. ആമേൻ. സ്വന്തം ഭവനത്തെയും ജീവിതത്തെയും തലമുറകളെയും കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള വാക്കുകൾ തന്നെ നിങ്ങളുടെ ആദരത്തിൽ നിന്നും ഉദിച്ച് വെളിയിലോട്ട് വരണം. ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. അപ്പോൾ ഇരക്കുന്ന ഇടത്തു നിന്നും നൃത്തം ചെയ്യുന്ന ദൈവാലയ സവിധത്തിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷൻ്റെ ഇടയിൽ ഇയാളുടെ ഈ രീതികൾക്ക് മാറ്റം വന്നു. 2, ഇവൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന ചില വസ്തുക്കൾ ഇവൻ വിട്ടുകളഞ്ഞു. ആമേൻ. ഈ എത്ര കൂട്ടിയിട്ടാലും വില തരാത്തതിൻ്റെ പേരിൽ ആക്രമിക്കാത്ത ആൾക്കാരുണ്ട്. എന്നോട് പിണങ്ങരുത്. മലയാളിയുടെ ഇടയിൽ ഒരു സ്വഭാവമായത്. പഴയ പാത്രവും പേപ്പറും പാട്ടയും പറക്കാൻ ആൾ വരും, ചോദിക്കും ഇതിനെന്നാ വില? അതിന് ഇത്രയേ ഉള്ളൂ സാറേ. ഇല്ലില്ല, നീ എടുക്കണ്ട, അതവിടെ ഇട്ടേര്. കാരണം ഇതിനേക്കാളും ലാഭത്തിൽ ഇത് വിൽക്കാനിരിക്കുക. അതിനകത്ത് കുളവിയും കൂട് വെച്ച് 2 പാമ്പും മുട്ടയിട്ട് കുറേ പഴുതാരയും കയറി 5 തേളും വളർന്ന് ഇരുന്നാലും യാതൊരു കുഴപ്പവുമില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ പരിസരം വേണ്ടാത്ത ഒരു സാധനത്തിൻ്റെ ഓറ ഉണ്ടായി വരാൻ അനുവദിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാ വസ്തുവിനും ഒരു എനർജി ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഒരു പവറുണ്ട്. വേണ്ടാത്തത് കൂട്ടിക്കൂട്ടി വെച്ച് ജീവിതത്തിൻ്റെ അകത്തെ നല്ല അന്തരീക്ഷത്തെ കെട്ടതാക്കി തീർക്കരുത്. അടുത്തിരിക്കുന്നു പറഞ്ഞ ഭിക്ഷപാത്രങ്ങൾ വലിച്ചെറിയണം. അതിനകത്തൊന്നും ലാഭം പ്രതീക്ഷിക്കരുത്. കൈവിട്ട് കളയുന്നതാ നല്ലത്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇരുന്നുകൊണ്ടിരിക്കുന്ന നാണയം കിലുങ്ങുന്ന ആ പഴയ ചെളി പുരണ്ട പാത്രം, ആഹാരം മേടിക്കാനും പണം മേടിക്കാനും ഒരുപോലെ കണ്ടവരുടെ എല്ലാം മുമ്പിലേക്ക് വെച്ച് നീട്ടിയ ആ പാത്രം ഇനി വേണ്ട, വലിച്ചെറിയപ്പെടേണ്ടതായിട്ടുണ്ട്. തിരിച്ചെടുക്കാൻ അനുവദിക്കാത്ത അത്ര ആഴത്തിലേക്ക് ചില നിലപാടുകളെ വലിച്ചെറിയണം. ഇന്ന് വരെ ജീവിച്ചൊരു സിസ്റ്റം തന്നെ വലിച്ചെറിഞ്ഞു കളയണം. പുതിയതൊന്നിനായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇതിനകത്ത് നൃത്തം ചെയ്യുന്നൊരു ലൈഫ് നിനക്കായി വെയിറ്റ് ചെയ്യുന്നു. നീ സ്തുതിച്ച് തുള്ളിച്ചാടുന്ന ആഘോഷം നിറഞ്ഞൊരു ജീവിതം പരിശുദ്ധാത്മാവ് നിനക്കായി ഒരുക്കി വെക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിത പരിസരത്തെ ഇരക്കുന്ന ഗതികേട് മാറ്റിക്കൊണ്ട് നൃത്തസവിധമായൊരു പുതിയ സന്തോഷത്തിലേക്ക് ദൈവം നിന്റെ ലൈഫിനെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. ഈ ഗതികേടിൻ്റെ ആശയങ്ങളെ ഇനി കൊണ്ടു നടക്കരുത്. എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോയാൽ മതിയായിരുന്നു എന്നുള്ള നിലയിലൂടെ ആ ഇടുക്കത്തിൻ്റെ ചിന്താഗതികളെ പൊട്ടിക്കണം. ആമേൻ, ആമേൻ. ഇത്രയും കാലവും കണ്ടു കൊതിച്ച വാതിലിൻ്റെ പടിവാതിൽ വരെ നിനക്ക് എത്താൻ പറ്റിയിട്ടുള്ളെങ്കിൽ ധൈര്യത്തോടെ വലതുകാല് വെച്ച് അതിനകത്തോട്ട് കയറണം.
മതം നിന്നെ ദേവാലയത്തിൻ്റെ പടിവാതിൽ വരെ എത്തിച്ചുള്ളൂ. ഈ കാലം വരെയും ഈ ഭിക്ഷാപാത്രം നിന്നെ ദേവാലയത്തിൻ്റെ പടിവാതിൽ വരെ എത്തിച്ചുള്ളൂ. അതിനകത്തത് കാല് കുത്തിച്ചിട്ടില്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ തീരുമാനം ഇതായിരിക്കണം: എനിക്ക് കയറാൻ കഴിയാതെ പോയ അന്തസ്സുള്ള വാതായനങ്ങളുടെ അകത്ത് ഞാൻ കാലുകുത്തിയിരിക്കും, ഞാൻ അതിൽ പ്രവേശിച്ചിരിക്കും, ഞാൻ അവിടെ നൃത്തം ചവിട്ടിയിരിക്കും, ഞാൻ അവിടെ ഒരു കോളിളക്കം ഉണ്ടാക്കും. ആമേൻ. ആരുടെ ലൈഫ് മാറും? തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവന്റെ മേൽ മാറ്റത്തിന്റെ വഴികൾ തുറന്നു വരും. അതെവിടെ നിന്നാന്ന് എനിക്കറിയത്തില്ല. നീ ഇരിക്കുന്ന ഇടത്ത് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തക്കവിധ ശക്തിയുള്ള മനുഷ്യരെ നിന്റെ ലൈഫിന്റെ തൊട്ടു മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തും. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഞാനൊരു സാധനം പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. പത്രോസ് എന്ന വ്യക്തി ഇത്രയും കാലം കാത്തിരുന്ന നിലയിൽ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് 50 ദിവസം പ്രാർത്ഥിച്ച് അഗ്നിനാവിൻ്റെ ശക്തികൾ ഏറ്റെടുത്ത് ചൂടോടെ നിൽക്കുന്നൊരു അപ്പോസ്തലനായി വെളിയിലോട്ട് ഇറങ്ങിയേക്കുക. ഒരു ദൈവ മനുഷ്യൻ വിരിഞ്ഞിറങ്ങി. പറഞ്ഞേ, ഒരു ദൈവ മനുഷ്യൻ വിരിഞ്ഞിറങ്ങി. അവൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റിലോട്ട് അവൻ കയറാൻ പോവാ. ആമേൻ. തൊട്ട് പുറകിൽ നടന്നത് മാളിക മുറിയില്ല. ഇപ്പൊ പബ്ലിക് മിനിസ്ട്രിയുടെ ഫസ്റ്റ് ഇനാഗുറേഷൻ നടക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടും ചുറിയുറുക്കോടും കൂടി ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് ആര്? കർത്താവിൻ്റെ ചുണക്കുട്ടികൾ. ആ ഉശിരന്മാരിങ്ങോട്ട് ആത്മശക്തിയിൽ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ കത്തി നിൽക്കുന്ന തീഷ്ണതയിൽ അവർ നിൽക്കുന്നത് എവിടെയാ? ദേവാലയത്തിലല്ല, രൂപാന്തരത്തിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവനെ തൊട്ട് മുമ്പിലാ. ഇതാ ഞാൻ പറഞ്ഞത്, ഒരുങ്ങി വരുന്നവനെ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ മുന്നേ കൊണ്ടുവന്ന് നിർത്തും. അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ നിന്റെ ലൈഫ് മാറും. ഏയ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത പുതിയൊരു പ്രീമിയത്തിലേക്ക് നിന്റെ ജീവിതത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തക്കവിധം കൈനീട്ടി തരാൻ ശക്തിയുള്ളവരെ ഒരു കൈപ്പാങ് അകലത്തിലേക്ക് കൊണ്ടുതരുന്നൊരു ദൈവ പദ്ധതി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഭൂമിയിലോട്ട് അപ്പോസ്തലന്മാരുടെ മേൽ സ്ഥിരവാസത്തിന് ഇറങ്ങിയത് ഇങ്ങേര് അറിഞ്ഞില്ല. പക്ഷെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനൊരു പ്ലാനുണ്ട്. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ആദ്യം ചെയ്യിക്കാൻ പോകുന്ന പദ്ധതിയിലെ 1-ാം സ്ഥാനീയൻ ദേ ആ പെരുവഴിയിലിരിക്കുന്നവനാ. ഇതാരുടെ തീരുമാനമാ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനമാ. ഇന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അസാധാരണമായൊരു ദൈവ പ്രവൃത്തിക്കകത്ത് നിന്റെ പേരുദ്ദേശിച്ചുള്ള എന്തോ മഹത്വപരമായ കാര്യം കർത്താവ് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാവിൻ്റെ പൂർണ്ണ നിറവിൽ നിങ്ങളോട് പ്രവചിക്കുന്നു. ഇന്ന് സ്വർഗത്തിൽ നിന്ന് ചലിക്കുന്ന ദൂതന്മാർ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി. നാളുകൾ കൊണ്ട് പലരും പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു മറുപടി അസാധാരണമായൊരു സംഭവമായി ലോകത്തെ തൊടുവാനായി ഭൂമിയുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുതുമയുള്ള ദൈവിക അഭിഷേകത്തിൻ്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ മാറ്റത്തിനായി ദൈവം പേരെഴുതി വച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യ സ്ഥാനം നിനക്കുണ്ട് എന്ന് ദൈവാത്മാവ് ശക്തമായി അത് കണ്ട് സ്തുതിക്കുക, അത് തിരിച്ചറിഞ്ഞ് തന്നെ മഹത്വം കൊടുക്കുക.
അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം. പിടികിട്ടിയോ? ശരിക്കും പിടികിട്ടിയോ? കിട്ടിയോ? അകത്ത് കയറിയോ ഈ സൂത്രം? ജീസസ് പത്രോസ് ഇന്ന് അഭിഷക്തനാകുന്നത് എന്തിനു വേണ്ടിയാണേലും, യോഹന്നാൻ അഭിഷേകം ഏറ്റെടുക്കുന്നത് എത്ര മഹാവലിയ ദൗത്യത്തിന് വേണ്ടിയാണേലും, ദൈവം അവരെ കൊണ്ട് എത്ര ഉജ്ജ്വലമായ വലിയ കാര്യങ്ങൾ ചെയ്യിച്ചാലും ശരി, അവരുടെ ചരിത്രം വളരാൻ തുടങ്ങുന്നത് എൻ്റെ പേരിലൊരു കാര്യം ചെയ്തുകൊണ്ടാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. 2026 മഹത്വപൂർണമായ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഗണ്യമായൊരു മാറ്റം വരുത്തിക്കൊണ്ട്, ഇത്രയും കാലവും നീ അനുഭവിച്ച അവസ്ഥയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട്, എൻ്റെ അതിശ്രേഷ്ഠമായ പ്രവൃത്തിയെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഞാൻ അത് ആരംഭിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി വളരെ ശക്തമായി വളരെ ശക്തമായി Amen. വരാൻ പോകുന്ന പുതിയ വർഷത്തിൽ ദൈവത്തിന് മാരക പദ്ധതികളുണ്ട്, അതിശക്തമായ അസൈൻമെന്റുകളുണ്ട്. അത് വരുന്ന നാളുകളിൽ കാണാം. പക്ഷെ അത് തുടങ്ങാൻ പോകുന്ന, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ദൈവം നിർവഹിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തെ തൊട്ടുകൊണ്ട് തന്നെ ആയിരിക്കും. നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും സ്പർശിച്ചുകൊണ്ടായിരിക്കും. നിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയെയും നിന്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ നിലയെയും തൻ്റെ കൈ നീട്ടി തൊട്ടുകൊണ്ടാണ് ദൈവം അത് തുടങ്ങാൻ. Amen. Hallelujah. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാളിക മുറിയിലെ കൊടിയ മുഴക്കം അയാൾ അറിഞ്ഞില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവിറങ്ങിയതും യാചകൻ അറിഞ്ഞില്ല. ആമേൻ. പുതിയ ഭാഷകളിൽ അവർ സംസാരിച്ചതും അയാൾ അറിഞ്ഞില്ല. 3000 പേര് സ്നാനപ്പെട്ടതും അയാൾ അറിഞ്ഞില്ല. നീ ഒന്നും അറിയാഞ്ഞതിനായിട്ട് സ്തോത്രം. ആമേൻ. നിന്റെ കാതിന് മറച്ചു വെച്ചു, നിന്റെ കണ്ണിന് മറച്ചു വെച്ചു, നടന്നു ചെല്ലാൻ കഴിയാതവണ്ണം നിന്റെ കാലുകളുടെ ചലനശേഷിയെ ബന്ധിച്ചിട്ടും പലതും നിന്റെ ജീവിതത്തിൻ്റെ അവസരങ്ങളെ തല്ലിക്കെടുത്തിയാലും നിനക്ക് ഗുണം വരേണ്ടതിന് നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു തന്നെ നിർത്തും. ഇത് ദൈവത്തിന്റെ നീതിയാണ്. നിനക്ക് വേണ്ടതിനെ ആര് ബന്ധിച്ചാലും, നിനക്ക് അനിവാര്യമായതിനെ ആര് തടുത്താലും ഞാൻ അതിനെ മാളിക മുറി ഇറക്കി നീ ഇരിക്കുന്ന പെരുവഴി ഓരത്ത് നിന്റെ കൈപ്പാകിന് ഞാൻ അതിനെ കൊണ്ടുവന്ന് നിർത്തി നിന്റെ ജീവിതത്തെ ഞാൻ മാറ്റും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വളരെ സ്പഷ്ടമായി ചിലരോട് ദൂത് പറയുന്നു. ചിലത് നീ കേട്ടില്ല, മറ്റുള്ളവർ കണ്ട പല കാര്യങ്ങളും നിനക്ക് കാണാൻ കഴിഞ്ഞില്ല. ആമേൻ. പല പ്രതിഭാസങ്ങളും നിനക്ക് അന്യമായിരുന്നു, പലതിനകത്തും നിനക്കൊരു ഇടം പോലും കിട്ടിയില്ല. പക്ഷെ 3000 കിട്ടാത്തത് ഇന്ന് പകൽ നിനക്ക് ഞാൻ തരാൻ പോകുകയാണ്. 3000 ലഭിക്കാത്തത് 1000 മാറ്റി നിർത്തിയിട്ട്
പകരം പെരുവഴിയിലിരിക്കുന്ന നിനക്കുള്ളൊരു പുതിയ ആദരവ് എൻ്റെ കരത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഞാൻ തുറക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി തന്നെ ആലോചന പറയുന്നു. അതെ, നൂറുകണക്കിന് ആൾക്കാരെ മാറ്റി നിർത്തി, ആയിരങ്ങളെ മാറ്റി നിർത്തി, അവർക്കാർക്കും ലഭിക്കാത്ത പുതിയതൊന്നിനെ ഒന്നും അറിയാതിരുന്ന എൻ്റെ വീടിൻ്റെ മുറ്റത്ത്, ഒന്നും അറിയാതിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അരികത്ത് ദൈവം അതിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. കൃപ 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 കൃപ. സ്തോത്രം. സംഭവിച്ചതൊന്നും മുടന്തൻ അറിഞ്ഞില്ല, പക്ഷെ അവനിൽ സംഭവിച്ചത് ലോകം അറിഞ്ഞു. ആമേൻ. ദൈവാലോചന. ഇതുവരെ സംഭവിച്ച പലതും നീ അറിഞ്ഞില്ല, പലതിൽ നിന്ന് നീ ഒഴിവാക്കി. പക്ഷെ ഇനി നടക്കാൻ പോകുന്ന കാര്യം പ്രസിദ്ധമാകും, 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 പ്രസിദ്ധമാകും. വലിയ ഗ്ലോറിയസ് ആയ ചിലത് നിനക്ക് വേണ്ടി ദൈവം ഇതാ തുടങ്ങാൻ പോകുകയാണ്. മറ്റുള്ളവർ അറിയുന്ന നിലയിലുള്ള ചില ദൈവപ്രവൃത്തികൾ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന നിലയിലുള്ള ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ അയക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുൻപിൽ വ്യക്തമായി അവർ സൂക്ഷിച്ച് കേൾക്കുന്ന, മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന വിധത്തിൽ ഒരു സംസാര വിഷയമായി തീരാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ അവസാന ദിനങ്ങളിൽ, ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ തന്നെ ഞാൻ ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. കിട്ടും എന്ന് കരുതി നോക്കി, എന്നത് വല്ലതും. പറഞ്ഞേ, കിട്ടുമെന്ന് കരുതി നോക്കി, എന്തോന്ന്? വല്ലതും. വല്ലതും വല്ലതും കിട്ടുമെന്ന് കരുതി നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കിട്ടി. വല്ലതും കിട്ടുമെന്ന് കരുതി നോക്കി. ലൈഫിൽ ജനിച്ച ശേഷം ഇന്നേ വരെ കിട്ടാത്തത് പെരുവഴിയിലിരുന്നവൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ദൈവം കൊടുത്തു. ഞാൻ പറയുന്ന വാക്കുകളുടെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില ദൈവപ്രവൃത്തികളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അടുത്തു വരുന്നൊരു ദൈവിക ഇടപെടലിൻ്റെ കാലൊച്ച നിങ്ങളുടെ ആന്തരാത്മാവിൽ നിങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ദൂത് നിന്നെ തന്നെ നോക്കി ദൈവാത്മാവ് പറയുന്നു. നിന്നെ തന്നെ നോക്കി ദൈവം ഇത് ഡിസൈൻ ചെയ്യുന്നു. അടരപന ജഗൽക്കനാദന. നിന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് കുഞ്ഞെ, നിനക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു വലിയ കാര്യം ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ദൂത് കേട്ടവർ ദൈവത്തെ സ്തുതിക്കണം. ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തെ വാഴ്ത്തണം. നിന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു വലിയ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരാൻ പോകുകയാണ്. വലിയ ചില കാര്യങ്ങൾ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ അതിനെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യെസ്. വല്ലതും കിട്ടുമെന്ന് കരുതി നോക്കി. എത്ര പരിശ്രമിച്ചാലും 40 വർഷം കാത്തിരുന്ന് നോക്കിയിട്ടും കിട്ടാത്തത് ആ നിമിഷം അവന് കിട്ടി. നിന്റെ ജനിച്ച കാലം മുതൽ ഇന്നു വരെയുള്ള ജീവിതത്തിൽ നീ പ്രതീക്ഷയോടെ മാറുമെന്ന് കരുതിയിരുന്നതും കാലപ്പഴക്കത്താൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന നിലയിൽ നീ എഴുതിത്തള്ളിയതുമായ ചില കാര്യങ്ങളുടെ മേൽ എൻ്റെ ചലനം ഞാൻ അയച്ചൊരു വ്യത്യസ്തത സൃഷ്ടിക്കുന്ന
ഒരത്ഭുതം ഞാൻ അതിന് മേൽ രൂപപ്പെടുത്തുന്ന നാളുകൾ ഇതാ വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരോട് പ്രവചിക്കുന്നു. നിന്റെ മനസ്സ് മടുത്തുപോയതിനും, നീ ഇരുന്ന് പഴകിപ്പോയതിനും, നിന്റെ കണ്ണുനീര് വീണ് നലുത്തുപോയതിനും, നിന്റെ വിറങ്ങലിച്ച ജീവിതത്തിൻ്റെ വരണ്ട സാഹചര്യത്തിൽ മാറ്റം വരില്ല എന്ന ആയിരങ്ങൾ നിന്നെ നോക്കി വിധി പറഞ്ഞതും പലരും നിസ്സഹായരായി നിന്നുപോയതുമായ ഇടത്ത് നിന്നെ ഞാൻ തുടിക്കുന്ന നൃത്തം ചെയ്യുന്ന ഒരു അത്ഭുതമാക്കി ആ ജനതയുടെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിർത്താൻ പോവുകയാണ്. നിന്റെ കാലൂതി നീ നിൽക്കുന്ന കാഴ്ച, നിന്റെ സ്വന്തം സാഹചര്യത്തിൽ നീ എഴുന്നേൽക്കുന്ന സാഹചര്യം മറ്റുള്ളവന് ഇടത്തല്ല, നിന്റെ സ്വന്തമായതിൽ, നിന്റെ സ്വന്തം വീട്ടിൽ, നിന്റെ സ്വന്തം അഡ്രസ്സിൽ, നിന്റെ സ്വന്തം സ്ഥാപനത്തിൽ, നിന്റെ സ്വയം പര്യാപ്തതയിൽ നിനക്ക് വേണ്ടതെല്ലാം ദൈവം അനുവദിച്ച് നൽകിയിരിക്കുന്ന ആ പുതിയ ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ അകത്ത് ദൈവം നിന്നെ സന്തോഷത്തോടെ നിർത്തുന്ന കാഴ്ച ഈ ദിനങ്ങളിൽ കർത്താവ് തുറക്കാൻ പോകുന്നു. കർത്താവേ, ഞാനൊരു മാറ്റത്തിനായി കാത്തിരിക്കുന്നു. പക്ഷേ ഇത്രയും വർഷമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പരിസരത്ത് അത് എത്തിയിട്ട് പോലുമില്ല. ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എൻ്റെ മനസ്സും എന്നോട് പറയുന്നു. പക്ഷേ ഈ ദൂതന് മുമ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്തോ ഒരു വ്യത്യസ്തമായ ചലനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും സഞ്ചാരികളെയും തീർത്ഥാടകരെയും പോലെ നടക്കുന്നവരുടെ കാലൊച്ചയല്ല ഇപ്പോൾ ഞാൻ കേൾക്കുന്നത്. എൻ്റെ അടുത്തോട്ട് ആ ചുവടുകൾ നടന്ന് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഇളകാൻ തുടങ്ങുന്നു. എൻ്റെ കാലുകൾക്കും അതുപോലെ ഒന്ന് നടക്കണമെന്നുള്ള കൊതി ഉണ്ടാകുന്നു. എൻ്റെ കാലുകളും അതുപോലെ ഒന്ന് ഉറപ്പിക്കണമെന്നുള്ള ഒരു സന്തോഷ തീരുമാനത്തിലേക്ക് എൻ്റെ അകത്തും ഒരു സ്വപ്നം എഴുന്നേറ്റ് വരുന്നു. അതേ, നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്നെ നിർത്തുന്ന, നീ ചിന്തിക്കുന്നത് പോലെ നിന്നെ നടത്തുന്ന, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ പര്യാപ്തനാക്കുന്ന ആ ദൈവ പ്രവൃത്തിയാ കുഞ്ഞേ ദേ നിന്റെ മുമ്പിലോട്ട് വരുന്നത്. Praise the God. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, 2 പേർ വരും, ഒരാളല്ല. ആഹാ ആഹാ. ദൈവരാജ്യ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലന്മാരായ 2 അപ്പോസ്തലന്മാരെ ദൈവം ഒരുമിച്ചൊരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചത് വളരെ വിരളമായിട്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 2 വലിയ ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തിച്ചു നോക്ക്. ആ നിലയിൽ, ആ രീതിയിൽ ഒന്ന് വിശകലനം ചെയ്താൽ കാശ് കൊടുക്കാനില്ലാത്ത, സ്വന്തമായി ഒന്നുമില്ലാത്ത, മുഷിഞ്ഞ വസ്ത്രവും ചെളിപുരണ്ട യാചകൻ്റെ പാത്രവുമായി മാത്രം ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ആ വലിയ അപ്പോസ്തലന്മാരെ അയച്ചു. 3.5 വർഷം യേശുവിൻ്റെ നിഴലായി നടന്ന 2 പേർ. നിനക്ക് പേര് മുടന്തനെന്നാണ്, പക്ഷെ നിൻ്റെ പേര് ഞങ്ങൾ ബൈബിളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഏറ്റവും മാരകമായത് നിനക്ക് ഭവിച്ചുവെങ്കിൽ ദൈവരാജ്യത്തിലെ ഏറ്റവും പവർഫുൾ ആയതിനെ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഇതേ കൊണ്ടുവരുന്നുണ്ട്. കേട്ടെ, നീ ദിനങ്ങളിൽ അനുഭവിക്കുന്ന നിന്റെ പ്രശ്നം മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ വാഗൊണ്ട് വിവരിപ്പാൻ കഴിയാത്തത്ര ഭയാനകവും വേറെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഗൗരവമേറിയതുമാണ് എങ്കിൽ
ഈ സാഹചര്യത്തിൽ ഇരുന്നൊരു പരിഹാരത്തിന് വേണ്ടി വിഷമിക്കുന്ന നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത് കേട്ടുകൊള്ളുക. നിന്റെ പ്രശ്നത്തിൻ്റെ മാരകമായ അവസ്ഥ നിമിത്തം എൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും പവർഫുള്ളായ പരിഹാരത്തെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരാൻ പോകുകയാണ്. ഓ ജീസസ്, ദൈവമൊരുക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ഉത്തരം എൻ്റെ നേരെ നടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ഉത്തരം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ഓ, മക്കളെ കേട്ടെ, ലൈഫ് മാറാൻ പോവാ, ലെവല് മാറാൻ പോവാ. നീ ഇരിക്കുന്നിടത്ത് ഇരുന്നേ ഉള്ളൂ. നീ കൈകൊട്ടിയില്ല, നീ പാട്ട് പാടിയില്ല, നീ നൃത്തം ചെയ്തില്ല, നീ മാളിക മുറി കയറിയില്ല, നീ അന്യഭാഷ പറഞ്ഞില്ല, നിനക്ക് അപ്പോസ്തലന്മാരാരാന്നറിയത്തില്ല. എന്നിട്ടും ഇതൊക്കെ ചെയ്തവർക്ക് കൊടുക്കാത്തതൊന്ന് ആദ്യം നിനക്ക് ഞാൻ തരുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചവർ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ തീഷ്ണതയോടെ നിന്നവർ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയ പാരമ്പര്യം പറയാനുള്ളവർ, ടീച്ചറെ നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷയുള്ളവർ, ആൻറ്റി നിങ്ങളെക്കാൾ വലിയ അഭിഷേകം ഉണ്ടെന്ന് പറയുന്നവർ, ഇവർക്കാർക്കും കൊടുക്കാത്തത്, ഇവർക്കാർക്കും പ്രൊവൈഡ് ചെയ്യാത്തത്, ഇതൊന്നും ചെയ്യാതെ ഒന്നും അറിയാതിരുന്ന നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് എടുത്ത് നീ ഇത് കൊണ്ടുപോക്കൂ. എൻ്റെ പ്രവൃത്തി നോക്കാതെ, എൻ്റെ അവസ്ഥ നോക്കുന്ന അപ്പോസ്തോലിക ദൗത്യത്തിൻ്റെ എൻ്റെ ആക്ടിവിറ്റികൾ നോക്കാതെ എൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ദൈവിക ഇടപെടലിന് ഒറ്റ പേരേ ഉള്ളൂ ബൈബിൾ ചരിത്രത്തിൽ. ദാറ്റ് ഈസ് ഗ്രേസ്. അതിൻ്റെ പേരാണ് കൃപ. അർഹതയില്ലാത്ത നിനക്ക് ഞാൻ എൻ്റെ മഹാദാനം തരുന്നു. നിന്റെ ഒന്നും നോക്കിയിട്ടല്ല, നിന്റെ ഒരു പ്രവൃത്തി നോക്കിയിട്ടല്ല, നിന്റെ പ്രാർത്ഥന നോക്കിയിട്ടല്ല, നിന്റെ വിശുദ്ധി നോക്കിയിട്ടല്ല, നിന്റെ അന്യഭാഷ നോക്കിയിട്ടല്ല, നിന്റെ കയ്യടി നോക്കിയിട്ടല്ല, നിന്റെ ചാട്ടം നോക്കിയിട്ടല്ല, നിന്റെ ഒച്ച നോക്കിയിട്ടല്ല. ഇതൊക്കെ ചെയ്യുന്ന പലർക്കും അപ്രാപ്യമായത്, അനർഹമായെന്ന് നീ കരുതുന്ന നിനക്ക് ദൈവം ഔദാര്യമായി വെച്ച് നീട്ടുന്നു. എനിക്ക് തോന്നി ഈ പരിപാടിക്കകത്ത് നിന്നെ അങ്ങ് കയറ്റാന്ന്. ഈ പരിപാടിയുടെ ആദ്യ ഭാഗത്ത് കുഞ്ഞെ നിന്റെ വീടിനെ അങ്ങ് ഉൾപ്പെടുത്താമെന്ന്, നിന്റെ തലമുറയെ അങ്ങ് ആദരിച്ചേക്കാമെന്ന് എനിക്കങ്ങ് തോന്നി. ഞാനതങ്ങ് ചെയ്യുക. സ്തോത്രം, സ്തോത്രം. മുടന്തന് വിശ്വാസമുണ്ടോ? മുടന്തന് അന്യഭാഷയുണ്ടോ? അയാൾക്ക് പ്രാർത്ഥനയുണ്ടോ? അയാൾക്ക് പള്ളിയുണ്ടോ? എന്നതാ ഉള്ളേ? ഉണ്ടെന്നേ ഒരു മുടന്ത് ഉണ്ടെന്നേ. എന്നത് വൈകല്യം, പോരായ്മ, കുറവ്, ബലഹീനത. നിന്റെ വീഴ്ചകൾ ആഘോഷങ്ങളാകാൻ പോകുന്നു. നിന്റെ തകർച്ചകൾ സന്തോഷങ്ങളാകാൻ പോകുന്നു. നിന്റെ ദുർബലതകൾ ആവേശങ്ങളാകാൻ പോകുന്നു. ഈ ദൂതനകത്ത് ഇറങ്ങി മുങ്ങി കുളിക്ക് പിള്ളാരെ. ഇതിനകത്ത് കിടന്ന് നീന്തി തുടിക്ക്. നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നെങ്കിൽ ഇതിനകത്ത് നീ ചിറകടിച്ച് കയറ്. കാരണം ഞാൻ കാണുന്നു നിങ്ങളുടെ എല്ലാം ജീവിതം മാറുന്ന ദൈവപ്രവൃത്തി. നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെ അടിമുടി വ്യത്യസ്തപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ, നിങ്ങൾ ആരും കാണാത്ത പോലെ നിങ്ങളുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയേറിയ കൃപ.
ജുഡപനഹദനാരാമനക്ഷപപ്രദൂലജാലലംധനെ ഉടരകനാജകമ്പൽ കസ്ബീരികാല വൈഷപ്രദാല. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ആകസ്മികമെന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ആക്സിഡൻ്റലി ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കർമ്മ പരിപാടിയുടെ അകത്ത് നിൻ്റെ ജീവിതത്തെ പിടിച്ച് രൂപാന്തരപ്പെടുത്തേണ്ടതിന് കർത്താവ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ഭിക്ഷപാത്രത്തിൽ കിട്ടിയതിൻ്റെ വലിപ്പം കൊണ്ടല്ല, നിങ്ങളുടെ മുമ്പേ കടന്നുപോയവന്മാർക്ക് തോന്നിയ ഔദാര്യം കൊണ്ട് അവന്മാർ വലിച്ചെറിഞ്ഞു തന്ന നാണയ കിലുക്കങ്ങൾ കൊണ്ടുമല്ല. ഇരുന്നിരുന്നത് ദേവാലയ സദസ്സിൻ്റെ പടിവാതിലാണെന്നുള്ളതിൻ്റെ ഗുണം കൊണ്ടുമല്ല. ആഹാ, പിന്നെ എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ തോന്നൽ, ദൈവത്തിൻ്റെ ഒരു തീരുമാനം. ആമേൻ. എൻ്റെ അപ്പോസ്തലന്മാർ നടന്നു പോകുന്ന വഴിയിൽ ഇവനൊന്ന് കൈ നീട്ടും, ഇവനൊന്ന് കൈ നീട്ടും. വല്ലതും കിട്ടുമെന്ന് കരുതി ഇവൻ നോക്കും. അന്നും ഇന്നും കിട്ടുമെന്ന് കരുതി നോക്കുന്നവനെ കൊടുക്കാറുള്ളൂ. കിട്ടുമെന്ന് കരുതി നോക്കുന്നവനെ കൊടുക്കാറുള്ളൂ. വീട് കിട്ടുമെന്ന് കരുതി നോക്കിയാൽ അത് കിട്ടും, അത് കിട്ടും. അനുഗ്രഹം കിട്ടുമെന്ന് കരുതി നോക്കിയാൽ അതും കിട്ടും. ആമേൻ. ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ കിട്ടുമെന്ന് കരുതി അങ്ങോട്ടേക്ക് നോക്കിയാൽ വേണ്ടത് തരും, വേണ്ടത് തരും. എന്തും തരാൻ പര്യാപ്തമായിരിക്കുന്ന ലോകത്തിലെ ഒറ്റ ബാസ്ക്കറ്റേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. വേണ്ടത് അതിനകത്തുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉയർച്ച, നിങ്ങളുടെ മിനിസ്ട്രിയുടെ സന്തോഷം, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളുടെ നിവർത്തി. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം മസിൽ പിടിച്ചിരുന്നാലും കഷ്ടപ്പെട്ട് അങ്ങേയറ്റം പോയാലും ജീവിതത്തിൽ സമ്പാദിക്കാനോ നേടാനോ ഉണ്ടാക്കാനോ പറ്റുന്നതിനേക്കാൾ അപ്പുറമായത് നിന്റെ ജീവിതത്തിൻ്റെ പടിവാതിലിൽ ഇന്ന് വന്ന് നിൽക്കുകയാണ്. കൈ നീട്ടിക്കോ, നിനക്കത് കിട്ടിയിരിക്കും. അത് നിന്റെ കയ്യെ കയറി പിടിച്ചിരിക്കും. ദൈവം അത് ഒരുക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഓൾ സ്റ്റാൻഡ് പ്ലീസ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. റൂഡാരബ ശനാധാന വൈഡൽഖമാന രവനദിരിദിഗാജന ലേധേരേദിഗ സൈഷ്പ്രധാന വൈകൽഖമേനിയാന്തന. ഓ ജീസസ്, സത്യത്തിൽ ഈ ദൂത് കൊണ്ട് തന്നെ നമ്മളെല്ലാം തൃപ്തരായി അല്ലേ? അല്ലേ? നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഏമ്പക്കം വിടാൻ പാകത്തിൽ നിറഞ്ഞില്ലേ? ഒരു പഴം കൂടെ തരട്ടെ എന്ന് ചോദിച്ചാൽ അയ്യോ വേണ്ട, വയറങ്ങ് നിറഞ്ഞു എന്ന് പറയുന്ന നിലയിലേക്ക് സംതൃപ്തി ആയെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സ്തോത്രം. ഈ ദൂതിന് ഒരു ശക്തിയുണ്ട്. നിങ്ങൾ ഇത്രയും നേരം കേട്ട സാധനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. വെളിപ്പെടാൻ തുടങ്ങും. ഇച്ചിരി നേരം കൈ നീട്ടി പിടിച്ചു. ആഗ്രഹത്തോടെ കൈ നീട്ടുന്നവൻ്റെ കൈപ്പാങ്ങിന് കയറിപ്പിടിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ശബലബാരഗന്ധിരിയ ജഗബന്ധുലപുരു ഷാഫിലധനാചാര അർഗംധാൽ വിജസ്മേനിൽ അകച്ചൂടരാഖമനാ റമിനിയ. നിങ്ങൾ വേണ്ടത് പ്രതീക്ഷിച്ചോ? അത് വരാൻ പോവാ. പ്രകൃത്യാതീതമായ വാതിലാണ് തുറന്നു വരുന്നത്. സൂപ്പർ നാച്ചുറലായിട്ടുള്ളതാണ് തുറന്നു വരുന്നത്. ദൈവമേ അത് പ്രൊവൈഡ് ചെയ്യുന്നു. പുതിയ വർഷം ദൈവത്തിന് ആത്മാവ് ഇനാഗുറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലാദ്യമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നവൻ നീയാണ് എന്ന് ദൈവം ഒരിക്കൽ കൂടെ ദൂത് പറയുന്നു. ആമേൻ. ദൈവം ഒരു വലിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം കർത്താവ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് ദൈവാത്മാവ് ശക്തമായി തന്നെ സംസാരിക്കുന്നു. ഓ, മഹത്വം ഇറങ്ങുന്നു, മഹത്വം ഇറങ്ങുന്നു. എനിക്ക് കൂടുതൽ ഇതിനകത്തൊന്നും പറഞ്ഞ് നീട്ടേണ്ടതായിട്ട് വരുന്നില്ല. കാരണം സാന്നിധ്യമല്ലാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
നിങ്ങൾക്ക് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അത് തൊട്ടറിയാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്കൊരു കാര്യം ഉറപ്പായി, നിൻ്റെ കൈ അകലത്തിൽ ദൈവത്തിൻ്റെ കൃപ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കൈകളിൽ നീ പ്രതീക്ഷിച്ചതിനേക്കാൾ സന്തോഷം നിറഞ്ഞത് യേശുവിത ഒരുക്കുകയാണ്. അബണ്ടൻസ് തുറന്നു വരുന്നു, ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി തുറന്നു വരുന്നു. നിൻ്റെ ലൈഫിൻ്റെ റിച്ചസ്നെസ് ദൈവം തുറക്കുന്നു. നിൻ്റെ ലൈഫിനകത്തൊരു വലിയ സന്തോഷം തുറന്നു വരുന്നു. ഇന്ന് വരെ കൈകാര്യം ചെയ്യാത്ത പുതിയ ധനത്തിന് നീ അവകാശിയാകാൻ പോകുന്നു. ഇതുവരെ നീ കൈകാര്യം ചെയ്യാത്ത വലിയ സന്തോഷങ്ങൾ നിൻ്റെ പേരിൽ എഴുതാൻ പോകുന്നു. നിൻ്റെ പേരിൽ ആസ്തിയെ ദൈവം വർദ്ധിപ്പിക്കുന്ന, നിൻ്റെ ജീവിതത്തിൽ ദൈവ സ്ഥാപനങ്ങൾ എഴുതുന്ന, നീ പലതിനും തലവനും മേലധികാരിയുമാകുന്ന, നിൻ്റെ കൈകൾ കൊണ്ട് ഇന്ന് വരെ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ നന്മകളെ നീ തൊടുന്ന ആ പുതിയ നാളുകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇതാ കർത്താവ് നിങ്ങളെ നയിക്കുകയാണ്. വലിയൊരു അനുഗ്രഹം ജീവിതത്തിൻ്റെ പെരുവഴിയോരങ്ങളിൽ ഇത്രയും കാലം ഞാൻ കെട്ടിയ യാചകവേഷം ഇന്നോടെ അഴിഞ്ഞു വീഴും. ഇന്നോടെ അഴിഞ്ഞു വീഴും. ഇന്നവൻ എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ വിലാപം നീ എനിക്ക് നൃത്തമാക്കി, എൻ്റെ രട്ട് നീ അഴിച്ചു. എന്നെ സന്തോഷം പ്രാപിച്ചെടുത്തേ. ആത്മാവില തിളയ്ക്കുന്ന സന്തോഷം പിടിച്ചെടുത്തേ. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് തൃപ്തികരമായി റിസീവ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ അതിനെ പ്രാപിച്ചെടുത്തേ. ഓ ജീസസ് ശലഹദന ദിഖാരബാല വൗഷേദിനിദിഗോ ധീരലാജാരസ് പ്രതിനിധിയ ശാലരാം ധനാദരേ ധീരരാജൽ ഗസ്മൃധുരോ യാലലേഥസ്യദഗമോനിയ. എൻ്റെ മുൻപിലൂടെ, എൻ്റെ തൊട്ടരികിലൂടെ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന വലിയൊരു അനുഗ്രഹം കടന്നു വരുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.